+2 ഫിസിക്സിലെ ചാപ്റ്റർ 4 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അതിലെ ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൂവിങ് ചാർജ് ക്രിയേറ്റ്. ചാർജ് മൂവിങ് ആണോ അത് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും രണ്ടും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതേ സമയത്ത് സ്റ്റേഷണറി ചാർജ് ചോദിച്ചാൽ അത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ക്രിയേറ്റ് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ ചാർജ് മൂവ്സ് അറ്റ് ആൻ ആംഗിൾ അതർ ദാൻ 90 വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ മൂവ് ഇൻ എ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്താൽ അവൻ്റെ പാത്ത് സർക്കുലർ പാത്ത് ആയിരിക്കും. 90 ഡിഗ്രി അല്ല എങ്കിൽ, ഇതിലെ ക്വസ്റ്റ്യൻ എന്താണ്, അതർ ദാൻ 90 ഡിഗ്രി. 90 അല്ല എങ്കിൽ പാത്ത് എന്തായിരിക്കും, ഹെലിക്കലായിരിക്കും. അപ്പോൾ എൻ്റർ ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്താൽ സർക്കുലർ പാത്താണ്. അതേ സമയത്ത് എൻ്റർ ചെയ്യുന്ന ആംഗിൾ 90 അല്ല എങ്കിൽ എന്തായിരിക്കും, ഹെലിക്കൽ പാത്തായിരിക്കും. നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ എ മാഗ്നറ്റിക് ലൊറൻസ് ഫോഴ്സ്. അപ്പോൾ മാഗ്നറ്റിക് ലൊറൻസ് ഫോഴ്സിന്റെ വർക്ക് എത്രയാണ്, 0. എത്രയാണ്, 0. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അവിടുത്തെ കൈനറ്റിക് എനർജി എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്, കോൺസ്റ്റന്റ്. എന്താണ്, കോൺസ്റ്റന്റ്, മറന്നുപോകരുത്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്. സോളിനോയിഡ് അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഫോർമുല കാണാൻ പഠിക്കുക, B=μ0 Ni. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ എൻഡ്സ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിന്റെ രണ്ട് എൻഡിലെയും മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്ന് ചോദിച്ചാൽ അകത്ത് എത്രയാണോ അതിന്റെ ഹാഫ്. അപ്പൊ എത്ര കിട്ടും, μ0 Ni/2. ഓക്കെ അല്ലേ?